മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തി പിടിക്കാൻ നോക്കി, ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്നും തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറേ. മാഷെ അവിടെ നിന്ന്. മാഷെ 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 എന്താന്ന് മാഷെ കത്തി 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 താഴെ പച്ചിരുമ്പും കുരിശും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. മാഷേ, കുഞ്ഞനന്ദന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കയ്യും കാലും എല്ലാം ഉണ്ട്. ആ ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ് ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഓ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. ഓഹോ. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് ഇതെന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി, ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാൽ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ.